ഗുഡ് മോർണിംഗ് ആൾ. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 2 ആണ്. ടൈപ്സ് ഓഫ് പോയട്രി, പോയറ്റിക് ഡിക്ഷൻ, ഡിവൈസസ് ആൻഡ് മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പോയട്രിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പുകളെ കുറിച്ചായിരിക്കും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ പോയട്രി ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പോയട്രിയിൽ ഉപയോഗിച്ചുള്ള വേർഡ്സ് അല്ലേ. അതുപോലെ തന്നെ പോയട്രിക്കുള്ള ഡിവൈസസ്, മീറ്റർ, ഇതൊക്കെ തന്നെയാണ് കീവേഡ്സുമായിട്ട് വരുന്നത്. എന്താ കീവേഡ്സ്? ടൈപ്സ് ഓഫ് പോയട്രി, പോയറ്റിക് സ്റ്റാൻസ, പോയട്രിക് ഡിക്ഷൻ, പോയറ്റിക് ഡിവൈസസ്, മീറ്റർ. ഇപ്പോൾ ഡിസ്കഷൻ സെക്ഷനിൽ പോയട്രീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? പോയട്രി ഈസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് ത്രൂ ഇമാജിനേഷൻ ആൻഡ് ഫീലിംഗ്. സങ്കല്പത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതിലൂടെ ലൈഫിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് പോയട്രി. ഇത് വില്യം ഹഡ്സൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ബട്ട് ഹൗ ഡസ് പോയട്രി ഡിസ്റ്റിങ്വിഷ് ഇറ്റ്സെൽഫ് ഫ്രം അതർ റണ്ണേഴ്സ് ദാറ്റ് ഓൾസോ ഡീൽ വിത്ത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ്? എങ്ങനെയാണ് പോയട്രി മറ്റുള്ള ശാഖകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അപ്പോൾ അണ്ടർലൈൻ ചെയ്യുക. എന്താ പോയട്രിയുടെ പ്രത്യേകത? ദ പ്രസൻസ് ഓഫ് മീറ്റർ, റൈം, rhythm, poetic devices and most importantly poetic diction helps to differentiate poetry from other runners. മറ്റുള്ള റണ്ണേഴ്സിൽ നിന്ന് വ്യത്യസ്തം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രിക്ക് എന്തുണ്ടാവും? മീറ്റർ ഉണ്ടാവും, റിത്തം ഉണ്ടാവും, റൈം ഉണ്ടാവും, പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും, പോയറ്റിക് ഡിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പോയട്രി മറ്റുള്ള ശാഖയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഇനി പോയട്രിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് പോയട്രി എന്നും സബ്ജക്റ്റീവ് പോയട്രി എന്നും. ഒബ്ജക്റ്റീവ് പോയട്രി ആൻഡ് സബ്ജക്റ്റീവ് പോയട്രി. ഇനി ഒബ്ജക്റ്റീവ് പോയട്രിയുടെ കീഴിലും സബ്ജക്റ്റീവ് പോയട്രിയുടെ കീഴിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്സ് ഓഫ് പോയട്രി ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് പോയട്രിയിൽ ഫസ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റീവ് പോയട്രി. ഒബ്ജക്റ്റീവ് പോയട്രിയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? ബാലഡ് ഉണ്ട്, എപ്പിക് ഉണ്ട്, മെട്രിക്കൽ റൊമാൻസ് ഉണ്ട്, ഡ്രാമാറ്റിക് മോണോലോഗ് ഉണ്ട്, ലിമറിക് ഉണ്ട്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് പോയട്രിയിൽ ഉള്ളതാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുള്ളതുമാണ് അല്ലേ. നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ദ വേർഡ് ബാലഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് ബലയർ. ബാലഡ് എന്ന് പറഞ്ഞ വാക്ക്, ഫസ്റ്റ് നമ്മൾ ബാലഡ് നോക്കുകയാണ്. അപ്പോൾ ബാലഡ് എന്ന് പറഞ്ഞ വാക്ക് ലാറ്റിൻ വേർഡായിട്ടുള്ള ബലയറിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മീനിങ് എന്താ? ഡാൻസ്, ടു ഡാൻസ് എന്നാണ് കേട്ടോ. ഒറിജിനലി ദേ വർ പാർട്ട് ഓഫ് ഓറൽ ട്രഡീഷൻ. അത് ആദ്യം മുതലേ ഒരു ഓറൽ ട്രഡീഷൻ്റെ, അതായത് അതിന് റിട്ടേൺ ഫോം ഇല്ലയാണ്, എഴുതി വെച്ച രൂപമില്ല. ഇപ്പോൾ വായയിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് പോകുന്ന രീതി, അതാണ് ഓറൽ ട്രഡീഷൻ. നെറേറ്റിംഗ് ലെജൻസ്, ഇത് എന്തെങ്കിലും വലിയ ഇതിഹാസങ്ങളുടെ ഒക്കെ കഥ നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ സ്റ്റോറീസ് പറഞ്ഞു തരും. എമോങ് ഇല്ലിറ്ററേറ്റ് പീപ്പിൾ, ഇത് വിദ്യാഭ്യാസം തീരില്ലാത്ത, സാക്ഷരതയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ആണിത് കൂടുതലും. എ ബാലഡ് ക്യാൻ ബി, സോ ഇനി ബാലഡിൻ്റെ ഡെഫിനേഷനാണ്, പ്ലീസ് അണ്ടർലൈൻ. എ ബാലഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഓറലി ട്രാൻസ്മിറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓറലി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോങ് ദാറ്റ് ടെൽസ് എ സ്റ്റോറി, ഒരു കവിതാ രൂപത്തിലാണ്, ഒരു പാട്ടിൻ്റെ രൂപത്തിലാണ്, പക്ഷെ അതിലെന്തുണ്ടാവും? ഒരു കഥ നമുക്ക് പറഞ്ഞു തരും. Therefore, it is hard to describe an authorship to the ballads in medieval time. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ബാലഡ് എഴുതിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണം. ഫിലിപ്പ് സിഡ്നി കോൾഡ് ബാലഡ്സ്. ഫിലിപ്പ് സിഡ്നി ബാലഡ്സിനെ എന്താ വിളിച്ചേ? ദ ഡാർലിംഗ് സോങ്സ് ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നാണ് ദ ഡാർലിംഗ് സോങ്സ് ഓഫ് കോമൺ പീപ്പിൾ എന്ന് സിഡ്നി പറഞ്ഞത്. കാരണം എന്താ? അത് കൂടുതലും പൊതുജനത്തിന്, പബ്ലിക് അപ്പീലായിരുന്നു, പൊതുജനത്തിന് ഇഷ്ടപ്പെട്ടതായിരുന്നു. അടുത്ത നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബാലഡ് നോക്കാം. എന്താണ് ബാലഡിൻ്റെ പ്രത്യേകതകൾ? ദ തീം ഓഫ് ബാലഡ് ക്യാൻ ബി ട്രാജിക് ഓഫ് കോമിക്. ഇറ്റ് സബ്ജക്റ്റ് മാറ്റർ ഇൻക്ലൂഡ്സ് ലവ്, വാർ, അഡ്വഞ്ചർ, ബ്രേവറി എക്സെട്ര. അതായത് ബാലഡിൻ്റെ തീം ചിലപ്പോൾ ട്രാജഡി, ദുരന്തമാവാം, ചിലപ്പോൾ കോമഡി ആവാം. ഇനി അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്തൊക്കെയാണ്? ലവ് ഉണ്ട്, വാർ ഉണ്ട്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സാഹസികതയുണ്ട്, ബ്രേവറി എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം, അതൊക്കെ. ഇനി എ ബാലഡ് യൂഷ്വലി നെറേറ്റ്സ് എ സിംഗിൾ ഇൻസിഡൻറ്റ് ടോൾഡ് ഇൻ എ കോൺവെർസേഷണൽ സ്റ്റൈൽ ഇൻ ഓർഡിനറി ലാംഗ്വേജ്. ബാലഡിൻ്റെ പ്രത്യേകത അതെപ്പോഴും ഒരേ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരിക. അതൊരു കോൺവെർസേഷണൽ സ്റ്റൈലിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേര് സംസാരിക്കുന്ന രീതിയിലായിരിക്കും. ഇനി ഓർഡിനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണക്കാരൻ അറിയുന്ന ഭാഷയിലായിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞ ബാലഡ് ഉദാഹരണമാണെന്ന് പറയണം. അതിൽ ഒരു കപ്പൽ തകർന്നതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ എപ്പിസോഡ് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത, ഇത് 4 ലൈൻ സ്റ്റാൻസുകളായിരിക്കും. ഫോം ഓഫ് റൈമുള്ള ABCB അല്ലെങ്കിൽ AB ക്വാർട്ടറൈൻസ്. അതിനുശേഷം പിന്നെ അത് വേണമെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ 2 വരി ആംബിക് ടെട്രാമീറ്ററിലാണെങ്കിൽ പിന്നെ ആദ്യത്തെ ഒരെണ്ണം പിന്നെ വരെ എങ്ങനെയാണ്? ട്രൈമീറ്ററിലായിരിക്കും. അപ്പോൾ സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും അതിൽ ഉണ്ടായിരിക്കുമെന്ന് പറയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞ ബാലഡ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഇവിടെ ടൈപ്സ് ഓഫ് ബാലഡ് എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ പഠിക്കണം. ബാലഡിന് തന്നെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് പോയട്രിയുടെ കീഴിൽ വരുന്ന ആദ്യത്തെ ടൈപ്പാണ് ബാലഡ്. ആ ബാലഡിന് തന്നെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പോപ്പുലർ ബാലഡ്, ബ്രോഡ് സൈഡ് ബാലഡ്,
ലിറ്റററി ബാലഡ്, മോക്ക് ബാലഡ്. ഫസ്റ്റ് വണ്ണാണ് പോപ്പുലർ ബാലഡ്. പേരിൽ നിന്ന് തന്നെ അറിയാം ഏറ്റവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജനപ്രിയമായിട്ടുള്ള ബാലഡ് അതായിരിക്കും അല്ലേ. ഓൾസോ നോൺ ആസ് ഫോക്ക് ബാലഡ് ഓർ ട്രഡീഷണൽ ബാലഡ്. സോ പോപ്പുലർ ബാലഡിൻ്റെ മറ്റൊരു പേരാണ് ഫോക്ക് ബാലഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബാലഡ്. ബിലോങ്സ് ടു ഓറൽ ട്രഡീഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായയിലൂടെ പാസ് ചെയ്ത് വരുന്നത്. നെവർ റിട്ടേൺ, ഒരിക്കലും എഴുത്തുരൂപം ഇല്ല അതിന്. എക്സിസ്റ്റ് ഇൻ മെനി ഫോംസ് ആസ് ഈച്ച് സിംഗർ ഹു ലേൺ ദ ബാലഡ് ഇംപവറിഷ് ഇറ്റ്. അത് പല രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഞാനത് കേട്ട് ഞാൻ പാടി. എന്നേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് വിദ്യാഭ്യാസവും പാടാനറിയുന്ന ഒരാൾ അത് പാടുമ്പോൾ എന്താവും, അതിന് കുറച്ചും കൂടെ രീതിയും കാര്യങ്ങളും വരും അല്ലേ. അപ്പോൾ അത് പല പല രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുന്നത് ഫ്രാൻസിസ് ജൂനിയറിൻ്റെ ചൈൽഡ്സ് ഇംഗ്ലീഷ് ആൻഡ് സ്കോട്ടിഷ് പോപ്പുലർ ബാലഡ്സ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഓഫ് ബാലഡ് ഉണ്ട്. 305 ബാലഡാണ് അതിലുള്ളത്. അതിൽ കുറച്ച് പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സർ പാട്രിക് സ്പെൻസർ, ദ ബാലഡ് ഓഫ് ചെവി ചേസർ, ദ ത്വാ കോർബീസ്, ക്ലർക്ക് സ്വാണ്ടേഴ്സ് എക്സിട്ര. അതുപോലെ റോബിൻഹുഡ് ബാലഡ്സ്. ഇതൊക്കെയാണ് പോപ്പുലർ ബാലഡ്സിന് എക്സാമ്പിൾ. 1-2 എണ്ണം പഠിച്ചു വയ്ക്കാം. അടുത്തതാണ് എന്ത്? ബ്രോഡ് സൈഡ് ബാലഡ്. എന്താ ബ്രോഡ് സൈഡ് ബാലഡിൻ്റെ പ്രത്യേകത? പ്രിൻറ്റഡ് ഓൺ വൺ സൈഡ് ഓഫ് എ സിംഗിൾ ഷീറ്റ്. അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സിംഗിൾ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ബ്രോഡ് സൈഡ് ബാലഡ് എന്ന് പറയുക. കാരണം ആ പേപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കുറവുള്ള പേപ്പറായിരിക്കും. ഡീൽഡ് വിത്ത് എ കറൻറ്റ് ഇവൻറ്റ് ഓർ പേഴ്സൺ. അത് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കുറിച്ചായിരിക്കും. ആൻഡ് വാസ് സങ് ടു എ വെൽ നോൺ ട്യൂൺ. നല്ല വളരെ ഫേമസ് ആയിട്ടുള്ള ട്യൂണിലായിരിക്കും അത് പാടുക. ഇനി സെൻറ്റിമെൻ്റൽ ഇൻ സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിരിക്കും. അത് കാരണം എന്താ? കഥകൾ എന്തിനെ കുറിച്ചുള്ളതായിരിക്കും? മർഡർ, കൊലപാതകം, അഡ്വഞ്ചർ, സാഹസികത, നിറഞ്ഞ കഥകളായിരിക്കും. പബ്ലിക് ഇവൻറ്റ്സ് വർ ഓൾസോ പബ്ലിഷ്ഡ് ഇൻ ബ്രോഡ് സൈഡ്സ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, പൊതുവായ സംഭവങ്ങളൊക്കെ ഈ ബ്രോഡ് സൈഡിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആൻഡ് അഡ്വെൻറ്റ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് പുട്ട് ആൻ എൻഡ് ടു ബ്രോഡ് സൈഡ്. പത്രങ്ങൾ, ന്യൂസ് പേപ്പർ വന്നതോടുകൂടി ഈ ബ്രോഡ് സൈഡുകൾ അവിടെ അവസാനിച്ചു. തേർഡ് വണ്ണാണ് ലിറ്റററി ബാലഡ് അല്ലേ. ലിറ്റററി ബാലഡ് ഓൾസോ നോൺ ആസ് ലിറിക്കൽ ബാലഡ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ നെറേറ്റീവായിട്ടുള്ള കഥ പറയുന്ന രീതിയിലുള്ള കവിതകളായിരിക്കും. ഇൻ ഡെലിബറേറ്റ് ഇമിറ്റേഷൻ ഓഫ് ദ ഫോം, ലാംഗ്വേജ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ട്രഡീഷണൽ ബാലഡ്. ആ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ബാലഡിനെ കടമെടുത്തു അല്ലെങ്കിൽ അതിനെ അനുകരിക്കുന്ന രീതിയിലുള്ള രൂപവും ഭാഷയും സ്പിരിറ്റും ഒക്കെയാണ് ഇതിന് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ട്രഡീഷണൽ ബാലഡ്സ്. ട്രഡീഷണൽ ബാലഡ്സ് ഭയങ്കര പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ലിറിക്കൽ ബാലഡ്സ് ആണ്. 1798 ലിറിക്കൽ ബാലഡ്സ് എഴുതിയത്. വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ജോൺ കീറ്റ്സിൻ്റെ ലാ ബെല്ല ഡെയിംസ് ആൻഡ് മേഴ്സിയും ലിറ്റററി ബാലഡിന് എക്സാമ്പിളാണ്. അടുത്തതാണ് മോക്ക് ബാലഡ്സ്. കണ്ടെയ്ൻസ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് എ ലിറ്റററി ബാലഡ്. ഒരു ലിറ്റററി ബാലഡിൻ്റെ എല്ലാ ഗുണങ്ങളും മോക്ക് ബാലഡിനുണ്ട്. പക്ഷെ അത് ഹ്യൂമറസ്, ഹാസ്യരൂപേണ ആയിരിക്കും. ഇവിടെ കോമിക് തീമാണ്. ഈസ് ട്രീറ്റഡ് വിത്ത് ദ സീരിയസ്നെസ് അപ്രോപ്രിയേറ്റഡ് ടു ദ ബാലഡ്. പക്ഷെ കോമിക് തീമാണെങ്കിലും അതിന് ഭയങ്കര സീരിയസ് ആയി കണ്ട് ആ ബാലഡിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സീരിയസ്നെസ് അവിടെ കാണിക്കും. തീം കോമിക് ആണെങ്കിലും. എക്സാമ്പിൾ വില്യം മാഗ്നസിൻ്റെ റൈം ഓഫ് ഏൻഷ്യൻ്റ് വാഗണർ, ദെൻ വില്യം കൂപ്പറിൻ്റെ ദ ഡൈവേർട്ടിംഗ് ഹിസ്റ്ററി ഓഫ് ജോൺ ഗിൽപിൻ ഒക്കെ ഇതിന് എക്സാമ്പിൾസാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സർ പാട്രിക് സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ബാലഡാണ്. 4 വരി കേട്ടോ. നമുക്ക് നോക്കാം. ദ കിങ് സിറ്റ്സ് ഇൻ ഡൺഫർലൈൻ ടൗൺ ഡ്രിങ്ക്ലിംഗ് ദ ബ്ലൂഡ് റൈഡ് വൈൻ. Oh, whoever will I get guild sailor, though sail this new ship of mine. ഇവിടെ കിങ് രാജാവ് സിറ്റ്സ് ഇൻ ഡംഫർലൈൻ ടൗൺ ഇരിക്കുന്നു എന്ന് പറയാണ്. ഡ്രിങ്കിങ് ദ ബ്ലൂഡ് റൈഡ് വൈൻ എന്ന് റെഡ് വൈൻ കുടിക്കുന്നു. ഓ വേർ വിൽ ഐ ഗെറ്റ് ദ റൂഡ് സെയിലർ. സെയിലറിനെ എവിടെ നിന്ന് കിട്ടും? ദോ സെയിൽ ദിസ് ന്യൂ ഷിപ്പ് ഓഫ് മൈൻ. എൻ്റെ ഈ ഒരു പുതിയ ഷിപ്പ് സെയിൽ ചെയ്യാൻ, കടലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പുതിയൊരു സെയിലർ മീൻസ് നാവികനെ കിട്ടും എന്ന് ചോദിച്ച് കിങ് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പം നമ്മളിതിൽ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ റൈംസ് ആണ്. അപ്പം നോക്കിയേ, ദ കിങ് സിറ്റ്സ് ഇൻ എ ഡംഫർലൈൻ ടൗൺ. ടൗൺ ആൻഡ് അപ്പം ഏന്നെടുത്തു. ഡ്രിങ്കിങ് ദ ബ്ലേഡ് റൈഡ് വൈന്. വൈന് ടൗണ് ന് ആണ് വരുന്നത്. വൈന് ന്. അപ്പം എന്താണ് ന്. അപ്പം എന്താ 2 ഡിഫറൻ്റ് ആണ്. അപ്പം എ കഴിഞ്ഞ് ബി വന്നു. ദെൻ ഓവർ വിൽ ഐ ഗെറ്റ് റിഡ് സെയിലർ. എർ സൗണ്ടാണ്. അപ്പോൾ സി വന്നു. ദേ സെയിൽ ദിസ് ന്യൂ ഷിപ്പ് ഓഫ് മൈൻ. വൈൻ മൈൻ. അപ്പോൾ വീണ്ടും എന്ത് വന്നു? ബി വന്നു. അപ്പോൾ എ ബി സി ബി ആണ് റൈം സ്കീം കേട്ടോ.
ഇനി ബാലഡ്സ് മേക്ക് യൂസ് ഓഫ് സ്ട്രോങ് എപ്പിത്തറ്റ്സ് ആൻഡ് റിഫ്രെയിൻസ്. ബാലഡ് എപ്പോഴും സ്ട്രോക്ക് ആയിട്ടുള്ള എപ്പിത്തറ്റുകൾ, റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെയും പിന്നെയും റിപ്പീറ്റേഷനൊക്കെ കൊണ്ടുവരും. A strong epithet is a phrase or an adjective used to describe a special trait of things or people. So what is an epithet അല്ലെങ്കിൽ സ്ട്രോക്ക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോക്ക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നാമവിശേഷണം അല്ലേ? തിങ് ദാറ്റ് ക്വാളിഫൈസ് നൗൺ. അപ്പോൾ സ്ട്രോങ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാ? വിവരിക്കാനാണ്. എന്തിനെ വിവരിക്കാൻ? ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഹേവിയർ, സ്വഭാവ രീതിയെ വിശദീകരിക്കാൻ. ക്ലിയർ ആണല്ലോ? എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സർ പാട്രിക് സ്പെൻസിൽ ബ്ലഡ് റെഡ് വൈൻ, മൈ മിറി മെൻ, അതൊക്കെ എന്താണ്? അയാളെ മാത്രം വിശേഷിപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ വൈനെ വിശേഷിപ്പിക്കാനുള്ളതാണ് എന്ത്? ബ്ലഡ് റെഡ് വൈൻ അല്ലേ? മെന്നിനുള്ളതാണ് എന്ത്? മിറി മെൻ. ഓക്കെ. ഇനി റീഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻസ് ഓർ വേർഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അറ്റ് ഇൻ്റർവെൽസ്, പല പല സമയത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു ഒരു കവിതയിൽ ഫോർ എംഫസിസ്, പ്രാധാന്യം കിട്ടാനായിട്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജോൺ കീറ്റ്സിൻ്റെ ലാ ബെല്ല ഡെയിംസ് ആൻഡ് മേഴ്സി ബാലഡ്, ആ ബാലഡിൽ ഹിസ് ഫസ്റ്റ് 2 സ്റ്റാൻസാസ്, 2 സ്റ്റാൻസകൾ യൂസ് ദ റീഫ്രെയിൻ. 2 സ്റ്റാൻസകളിലും എന്തുണ്ട്? ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? വാട്ട് ക്യാൻ എയിൽ ടീ നൈറ്റ് അറ്റ് ആംസ്, ഈ വരി പിന്നെയും 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 റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ ഇത്രയാണ് ബാലഡ്. എന്താണ് ബാലഡ് എന്ന് പഠിക്കുക, ബാലഡിൻ്റെ തീമും കാര്യങ്ങളും പ്രത്യേകതകളും പഠിക്കുക, ഫീച്ചേഴ്സ് ഓഫ് ബാലഡ് പഠിക്കുക, ബാലഡ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കുക, ബാലഡിൻ്റെ റൈം സ്കീമും കാര്യങ്ങളും ഒരു എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. ബാലഡ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് എപ്പിക്കാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക്